ദമാം ഇസ്ലാമിക് കൾച്ചറൽ സെന്റർ മലയാള വിഭാഗം. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് വഅൻഇം അലാ അബ്ദിക വനബിയിക വറസൂലിക മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വബഅദ്. നമ്മൾ ഈ ആയത്താണല്ലേ, വഇദ് തഖൂലു ലില്ലദീ അൻഅമ അല്ലാഹു അലൈഹി വഅൻഅംത അലൈഹി അംസിക് അലൈക സൗജക വത്തഖില്ലാഹ് വതുഖ്ഫി ഫീ നഫ്സിക മല്ലാഹു മുബ്ദീഹി വതഖ്ശൻ നാസ വല്ലാഹു അഹഖു അൻ തഖ്ശാ. പിന്നെ ഫലമ്മ ഖളാ സൈദും മിൻഹാ വതറൻ സവ്വജ്നാകഹ തുടങ്ങിയതിൻ്റെ ബാക്കി ഭാഗം. ഇത് നമ്മൾ എടുത്തിട്ടില്ലല്ലോ, കൊണ്ട് വരച്ചിക്കണ്. ഇത് കഴിഞ്ഞല്ലേ, ഇത് തുടങ്ങിയോ ഈ ആയത്തിൻ്റെ അവതരണ പശ്ചാത്തലം അതൊക്കെ പറഞ്ഞോ. തഫ്സീറുകളിലേറെ ചർച്ചയുള്ളൊരു ആയത്താണ് ഈ ആയത്ത്. കാരണം ഈ ആയത്ത് ഇറങ്ങുന്നത് 3 പേരുടെ വിഷയത്തിലാണ്. ആരെ 3 പേര്? ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മറ്റൊന്ന് സൈനബ് ബിൻത് ജഹ്ഷ് അൽ അസദിയ, പിന്നെ സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു തആല അൻഹു. വഇദ് തഖൂലു ലില്ലദീ അൻഅമ അല്ലാഹു അലൈഹി എന്ന് തുടങ്ങിയിട്ട് വല്ലാഹു അഹഖു അൻ തഖ്ശാഹു എന്നത് വരെ ഒരിക്കൽ ഇറങ്ങി. പിന്നെ ആയത്തിൻ്റെ ബാക്കി ഭാഗം ഫലമ്മ ഖദാ സൈദും മിൻഹാ വതറൻ എന്ന് തുടങ്ങിയിട്ടുള്ള ഭാഗം അത് പിന്നെ ഇറങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സെയ്ദ് റളിയല്ലാഹു അൻഹുവിന് സൈനബിനെ കല്യാണം കഴിച്ചു കൊടുത്തു. ഈ ആയത്തിൻ്റെ അവതരണ പശ്ചാത്തലം നമ്മൾ പറഞ്ഞിന്. സൈനബ് റളിയല്ലാഹു തആല അൻഹയും സൈനബിൻ്റെ സഹോദരൻ അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ഷും ഒരിക്കലും കൂട്ടാക്കാതിരുന്ന ഒരു വിഷയമാണ് സെയ്ദിനെ കല്യാണം കഴിക്കുക എന്നുള്ള വിഷയം. കാരണം സൈനബ് അവർ ഖുറൈശിയിൽ കുലീന തറവാട്ടുകാരിയാണ്. സെയ്ദ് ഒരു മൗലയാണ്. അപ്പോൾ പിന്നെ മൗലയെ കൂട്ടാക്കാൻ സമ്മതിച്ചിരുന്നില്ല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്തു, പിന്നെ സെയ്ദിന് സൈനബിനെ പിന്നെ അഭിപ്രായപ്പെടുകയും കല്യാണം കഴിച്ചു കൊടുക്കുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തെരഞ്ഞെടുപ്പായത് കാരണത്താൽ മാത്രമാണ് സൈനബ് സമ്മതിച്ചത്. പക്ഷേ സൈനബ് ഒരിക്കലും എന്ത് ചെയ്തിരുന്നില്ല, സെയ്ദിനോട് സഹകരിച്ചിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സെയ്ദിന് ആദ്യം ഉമ്മു ഐമനെയാണ് കല്യാണം കഴിച്ചു കൊടുത്തത്. സെയ്ദ് റളിയല്ലാഹു അൻഹു പിന്നെ പല ഭാര്യമാരുണ്ടായിരുന്നു. ആദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സെയ്ദിന് ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹയെ കല്യാണം കഴിച്ചു കൊടുത്തു. ഉമ്മു ഐമൻ ബറക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആയ. ഇതിലാണ് ഐമൻ, അതേപോലെ തന്നെ ഉസാമ ഇവരെ കുട്ടി ഉണ്ടായത് ഈ ഉമ്മു ഐമനിലാണ്. സെയ്ദിന് ഉസാമ കുട്ടി ഉണ്ടാകുന്നത് ഉമ്മു ഐമനിലാണ്. പക്ഷെ ഉമ്മു ഐമനോട് വേർപിരിഞ്ഞു സെയ്ദ്, തലാഖിനോട് വേർപിരിഞ്ഞു. അപ്പോഴാണ് സൈനബിനെ കല്യാണം കഴിച്ചു കൊടുക്കുന്നത്. സൈനബിനെ കല്യാണം കഴിക്കുന്നത്. പക്ഷെ സൈനബിനോടുള്ള ബന്ധം അതാണ് നമ്മളുടെ വിഷയം, നമ്മൾ പറയാം. പിന്നെയാണ് സെയ്ദ് ഉമ്മു കുൽസൂം ബിന്ത് ഉഖ്ബയെ കല്യാണം കഴിക്കുന്നത്. ഉമ്മു കുൽസൂം ബിന്ത് ഉഖ്ബത്ത് ബിൻ അബി മുഅയ്ത് എന്ന് പറയുന്ന മഹദിയെ കല്യാണം കഴിക്കുന്നത്. ഈ ഉമ്മു കുൽസൂം ബിന്ത് ഉഖ്ബത്ത് ബിൻ അബി മുഅയ്ത് ഇസ്ലാമിൻ്റെ ഭയങ്കര ശത്രുവായിരുന്നു. റസൂലുള്ളാഹിന്റെ മേലിൽ ഞാൻ പറഞ്ഞില്ല, ഒട്ടകത്തിൻ്റെ പൊട്ടന്മാരെ കൊണ്ടുവന്നിട്ട ദുഷ്ടനാണ് ഉഖ്ബത്ത് ബിൻ അബി മുഅയ്ത്. ഈ ഉഖ്ബ കല്യാണം കഴിച്ചിരുന്നത് റസൂലുള്ളാഹിന്റെ ഒരു അമ്മായി ബൈദ എന്ന് പറയുന്ന സ്ത്രീയാണ്. ബൈദ റസൂലുള്ളാഹിന്റെ അമ്മായിമാരിൽ ഉമൈമ ആണ് നമ്മൾ പറഞ്ഞ സൈനബിൻ്റെ ഉമ്മ. ഉഖ്ബത്ത് ബിൻ അബി മുഅയ്ത് കല്യാണം കഴിച്ചിരുന്നത് അബ്ദുൽ മുത്തലിബിൻ്റെ മകൾ ബൈദ എന്ന് പറയുന്ന റസൂലുള്ളാഹിന്റെ അമ്മായിയാണ്. ബൈദ അബ്ദുൽ മുത്തലിബിന് കുറേ ഭാര്യമാരുണ്ടായിരുന്നു. ഹാല ബിന്ദു വഹബാണ് ഹംസയുടെയും സഫിയയുടെയും ഉമ്മ. ഹാല അബ്ദുൽ മുത്തലിബിൻ്റെ ഭാര്യ. ബൈദ അതാണ് ഈ ഉമ്മു കുൽസൂമിൻ്റെ ഉമ്മ. ഉമൈമ അതാണ് സൈനബിൻ്റെ ഉമ്മ. അബ്ദുൽ മുത്തലിബ്. ഏതായാലും ഇതിൽ റുഖയ്യ, സെയ്ദ് എന്ന് പറഞ്ഞ കുട്ടികളുണ്ട് സെയ്ദിന്. ഉമ്മു കുൽസൂമിൽ റുഖയ്യ, സെയ്ദ് എന്നീ കുട്ടികളുണ്ട്. സെയ്ദ് ബിൻ സെയ്ദ്, റുഖയ്യ ബിൻ സെയ്ദ്. ഇവരെയും തലാഖിലൂടെ വേർപിരിഞ്ഞു എന്നുള്ളതാണ് ചരിത്രത്തിൽ വായിക്കുന്നത്. അല്ലാഹു അലം. പിന്നെ അതേപോലെ സെയ്ദ് ഇവരെ വേർപിരിഞ്ഞതിന് ശേഷം കല്യാണം കഴിച്ചത് ദുറ ബിന്ത് അബി ലഹബ്, അബൂ ലഹബിൻ്റെ മകൾ ദുറയെ കല്യാണം കഴിച്ചിട്ടുണ്ട്. അവരോട് വേർപിരിഞ്ഞ് അതേപോലെ തന്നെ സെയ്ദ് പിന്നെ കല്യാണം കഴിച്ചത് സുബൈർ ബിൻ അവാം റളിയല്ലാഹുവിൻ്റെ പെങ്ങൾ ഹിന്ദ് ബിന്ത് അവാം.
ഹിന്ദ് ബിന്ദു അവാം. ഈ ഹിന്ദ് ബിന്ദു അവാമാണ് സുബൈർ ബിൻ അവാം റളിയല്ലാഹുവിൻ്റെ പെങ്ങള്. ഇവരൊക്കെ റസൂൽ ഉണ്ടല്ലേ, ഉമ്മു കുൽസൂമിനെ അതേപോലെ സൈനബിനെ ഉമ്മു ഐമിനൊക്കെ സെയ്ദിനെ കല്യാണം കഴിച്ചു കൊടുക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഏതായാലും ഇപ്പം നമ്മളുടെ വിഷയം ഈ ആയത്തിൻ്റെ അവതീർണതയാണ്. സൈനബിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവാഹം ചെയ്തു കൊടുത്തപ്പോൾ സൈനബ് ഒരിക്കലും സഹകരിക്കണില്ല. കാരണം ഈ സെയ്ദ് മൗലയാണ് എന്നുള്ള ആ ഒരു പിന്നെ വിചാരം അത് സൈനബിനെ ഇങ്ങനെ ഭരിച്ചുകൊണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ ഒരിക്കലും സെയ്ദിനെ കിടപ്പറയിൽ കൂട്ടാക്കുന്നില്ല സൈനബ്. അങ്ങനെ ഹദീസിൽ കാണാം, അനസ് റളിയല്ലാഹു അൻഹു, ഇമാം ബുഖാരി മറ്റൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഈ ജാ സെയ്ദ് ബിൻ ഹാരിസ ഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഷ്കു സൈനബിൻ്റെ വിഷയത്തിൽ ആവലാതിപ്പെട്ടിട്ട് ആര് വരികയാണ്? സെയ്ദ് വരികയാണ് അലൈഹി സ്വലാം റഹ്മ. സൈനബിനെ ആവലാതിപ്പെട്ടിട്ട് വരികയാണ്. കാരണം സെയ്ദിനോട് ഒരിക്കലും സഹകരിക്കണില്ല. ഹത്ത ഹമ്മ ബി തലാഖിഹ എന്നാണ്. സൈനബിനെ തലാഖ് എല്ലാം തീരുമാനിച്ചു. അതിന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നിട്ട് ഫസ്തമറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ വിഷയത്തിൽ കൂടിയാലോചന നടത്തി. ഞാനിങ്ങനെ സൈനബ് തീരെ സഹകരിക്കണില്ല, സമ്മതിക്കണില്ല, അതുകൊണ്ട് ഞാൻ അവരെ വിവാഹമോചനം നടത്തുകയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആ വിഷയത്തിൽ കൂടിയാലോചന നടത്തിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അംസിക് അലൈക സൗജക് വത്തഖില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സെയ്ദിനോട് അടുത്ത് പ്രയോഗം അംസിക് അലൈക സൗജക് ആണെന്താ? ഭാര്യനോടൊത്ത് ജീവിക്ക് ആണ്. ഭാര്യനോടൊത്ത് ഇൽസം മുആശറതഹ, ഭാര്യനോടുള്ള വൈവാഹിക ജീവിതം തുടർത്ത് അവളെ വിടല്ലേ എന്ന് പറയണം. അംസിക് അലൈക സൗജക് വത്തഖില്ല. തലാഖ് ചെല്ലുന്ന വിഷയത്തിൽ അള്ളാഹനെ സൂക്ഷിക്കുക, അതാണ് വത്തഖില്ല. തലാഖ് ചെല്ലുന്ന വിഷയത്തിൽ അള്ളാഹനെ സൂക്ഷിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സെയ്ദിനോട് പറയണം. അപ്പോഴാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്ത് ഇറക്കുന്നത്, വഇദ് തഖൂലു ലില്ലദീ അൻഅമ അല്ലാഹു അലൈഹി വഅൻഅംത അലൈഹി അംസിക് അലൈക സൗജക് ലില്ലദീ അൻഅമ അല്ലാഹു അലൈഹി വഅൻഅംത അലൈഹി എന്ന് പറയുന്നത് സെയ്ദിനാണ്. എന്തുകൊണ്ട് പറയാം, എന്താ പറഞ്ഞത്? അംസിക് അലൈക സൗജക് വത്തഖില്ല വതുഖ്ഫി ഫീ നഫ്സിക മല്ലാഹു മുബ്ദിഹി വതഖ്ശ അന്നാസ വല്ലാഹു അഹഖു അൻ തഖ്ശ. ഇതുവരെ ആയത്തിറക്കി അള്ളാഹു സുബ്ഹാനഹു വ തആല. പിന്നെ ഇവർ തമ്മിലുള്ള ബന്ധം തുടർന്നില്ല. റസൂൽ അങ്ങനെ പറഞ്ഞെങ്കിലും സെയ്ദും സൈനബും തമ്മിലുള്ള ബന്ധം തുടർന്നില്ല. അങ്ങനെ സെയ്ദ് സൈനബിനെ തലാഖ് ചൊല്ലി. അങ്ങനെ ഹദീസിൽ കാണാൻ അനസ് റളിയല്ലാഹു അൻഹു പറയുന്നത്, സെയ്ദ് സൈനബിനെ തലാഖ് ചൊല്ലിയിട്ട് അവരുടെ യുദ്ധകാലം തീർന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സെയ്ദിനോട് പറഞ്ഞ്, ഇദ്ഹബ് ഇലാ സൈനബ് വദ്കുർഹ അലൈ, താങ്കൾ സൈനബിൻ്റെ അടുക്കൽ ചെല്ലുക, എന്നിട്ട് വദ്കുർഹ അലയ്യ, എനിക്ക് വേണ്ടിയിട്ട് ഖിത്ബത്ത് നടത്താൻ പറഞ്ഞു, വിവാഹ അഭ്യർത്ഥന നടത്താൻ പറഞ്ഞു. സെയ്ദിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ് സൈനബിൻ്റെ അടുക്കൽ പോയിട്ട് പിന്നെ ഉസ്കുർഹ അലയ്യ, എനിക്ക് വേണ്ടിയിട്ട് വിവാഹ അഭ്യർത്ഥന നടത്താൻ പറഞ്ഞു. കാരണം പിന്നെ സെയ്ദിനെ തന്നെ ആ വിഷയത്തിൽ പറഞ്ഞേക്കണതിന് ഒരു ഹിക്മത്തുണ്ട്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോൾ സെയ്ദ് പോയി, സൈനബിൻ്റെ അടുക്കലേക്ക് പോയി. ചില ആളുകളുണ്ടല്ലോ വിവാഹമോചനം നടത്തിയ ഭാര്യനെ കാണൽ, പിന്നെ അല്ലെങ്കിൽ ഭാര്യയ്ക്ക് ഇങ്ങോട്ട് കാണൽ ഇങ്ങനെ ദീനിൽ നിന്നും പുറത്തതാണ് മാതിരിയാണ്. ഭയങ്കര അപകടമാണ്. പിന്നെ ദമ്പതികളായിരുന്നു ഒരിക്കലും ഒരു പാർട്ടിയിൽ ഒരുമിച്ച് കൂടുകയോ ഒരിക്കലും സന്ധിക്കുകയോ ചെയ്യില്ല. അങ്ങനെയൊന്നുമില്ല. കുറവിൻ്റെ ഒരു വിഷയം മാത്രമല്ല, ചില ആളുകൾ ഭയങ്കരമായിട്ട് ഇതൊരു ഇഷ്യൂ ആക്കിയിരിക്കും. രണ്ടാളെയും വിവാഹമോചിതരായ രണ്ടാളെയും കൂടി ഒരു പാർട്ടിക്ക് വിളിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ വിളിച്ച ആളെന്തോ ഒരു കുറ്റം ചെയ്ത മാതിരിയായിരിക്കും. ഓലെ നമ്മളെ പെടുത്തിയതാണ്, ഓലെ നമ്മൾ അറിഞ്ഞുകൊണ്ട് വെച്ചതാണെന്നൊക്കെ പറയും. അങ്ങനെയൊന്നുമില്ല. ഇതിപ്പോൾ സൈനബിനെ തലാഖ് ചൊല്ലി യുദ്ധകാലം കഴിഞ്ഞ റസൂലുള്ള പറയാണ് സെയ്ദിനോട് പോയിട്ട് എനിക്ക് വേണ്ടിയിട്ട് ഖുർഹാലയെ വിവാഹ അഭ്യർത്ഥന നടത്താൻ പറയണം. അങ്ങനെ സെയ്ദ് പോയപ്പോൾ പിന്നെ സെയ്ദ് പറയാണ്, കാനത്തു ഹമ്മിറു അജീനഹ എന്നാണ്. സൈനബ് ഇങ്ങനെ മാവ് കുഴച്ച് വെച്ചിട്ട് അതിങ്ങനെ മൂടുകയാണ് എന്ന് പോയി. അപ്പോൾ സൈനബിനെ പിന്നെ മാവ് ഇങ്ങനെ പൊതിയനായിട്ടാണ് കണ്ടത് വിട്ട് ബാക്കിന്ന്. അപ്പോൾ ഫലമ്മ റഅയ്തുഹ അളുമത് ഫീ സദ്രി എന്നാണ്. അവരെ കണ്ടപ്പോൾ പിന്നെ ഇപ്പം ഇനി ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങൾ ഇപ്പോൾ അടുപ്പെടാൻ പോയിട്ട് റസൂലുള്ളാഹിൻ്റെ ഭാര്യയാകാൻ പോവാണ്. അതുകൊണ്ട് തന്നെ അളുമത്
ഫീ സദ്രി എന്നാണ്. എനിക്ക് ഭയങ്കര ഒരു ഇതായി തോന്നി. ഇന്നലെ വരെ ഭാര്യയായിട്ടൊരു റൂമിലുണ്ടായതാണ്, അവർ സഹകരിച്ചിട്ടില്ലെങ്കിലും. പക്ഷേ ഇന്ന് റസൂലുള്ളാഹിൻ്റെ ഭാര്യയാകാൻ പോകുന്നതാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഇത് തോന്നി, പിന്നെ ഗാംഭീര്യം തോന്നി. അങ്ങനെ സെയ്ദ് എന്ത് ചെയ്ത് സൈനബ് നിൽക്കുമ്പോൾ നേരെ ഇങ്ങനെ തിരിഞ്ഞ് നിന്ന് ഇങ്ങനെയല്ല പോണത്, പിന്നെ ഇങ്ങനെ തിരിഞ്ഞ് നിന്നിട്ട് പിന്നെ മടമ്പിൽ ബാക്കിലേക്ക് നടന്നു എന്നാണ്. സൈനബിനെ കാണാതിരിക്കുക, റസൂലുള്ളാഹിൻ്റെ ഭാര്യയാകാൻ പോകല്ലേ. അവ ഇങ്ങനെ ബാക്കിലേക്ക് മടമ്പിൽ നടന്നിട്ട് പറഞ്ഞു, യാ സൈനബ് ആ ബിഷിരി. ഇങ്ങനെ അവിടെ സൈനബ് അവിടെ ബാക്കിൽ അങ്ങോട്ട് നോക്കാതെ യാ സൈനബ് ആ ബിഷിരി പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം യദ്കുറുകി, സൈനബ് സന്തോഷിക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ നിങ്ങളെ വിവാഹം അന്വേഷിക്കുന്നു എന്ന് നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടിയിട്ട് സെയ്ദ് പറഞ്ഞു. അപ്പോൾ സൈനബ് പറഞ്ഞു, ലാ അഖൂലു ഷൈഅൻ ഹത്താ ഉആമിറ റബ്ബി, ഞാനൊന്നും പ്രതികരിക്കൂല, ഞാൻ ഹത്താ ഉആമിറ റബ്ബി, റബ്ബിനോട് ഇസ്തിഖാറ നടത്തട്ടെ. അതാണ് ഉആമിറ റബ്ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റബ്ബിനോട് കൂടിയാലോചന പറഞ്ഞാൽ റബ്ബിനോട് ഞാൻ ഇസ്തിഖാറ നടത്തട്ടെ, അതുവരെ ഞാൻ ഒന്നും പറയില്ല എന്ന് പറയുകയും അവരെന്ത് ചെയ്തു, പിന്നെ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് അവരുടെ നിസ്കാരപ്പായയിലേക്ക് അല്ലെങ്കിൽ മസ്ജിദിലേക്ക് കടന്നു എന്നാണ് നിസ്കരിക്കാൻ വേണ്ടിയിട്ട്. ഇസ്തിഖാറത്തിൻ്റെ 2 റക്അത്ത് നിസ്കരിച്ചിട്ട് അള്ളാഹിനോട് ദുആ ചെയ്യാൻ ഈ ഒരു ഇത് വേണ്ടെന്നുള്ളത്. കാരണം പിന്നെ ഇതിങ്ങനെയൊക്കെ കഴിഞ്ഞാണല്ലോ, ഈ വിഷയങ്ങൾ ഇങ്ങനെ കഴിഞ്ഞാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പിന്നെ ഇപ്പം നാടൻ ഭാഷയിൽ പറയുകയാണെന്ന് വെച്ചാൽ കെട്ടിയേൽപ്പിച്ച മാതിരി എന്നാണല്ലോ. പക്ഷെ റസൂൽ അങ്ങനെ കെട്ടിയേൽപ്പിച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ സെയ്ദ് എന്ന് പറഞ്ഞെങ്കിൽ മൗലയാണ് നേരത്തെ നമ്മൾ വിചാരിക്കേണ്ട ഏതെങ്കിലും പിന്നെ ഒരു അടിമകളുടെ ചിത്രം നമ്മുടെ മനസ്സിൽ വേണ്ടതില്ല. ശരിയാണ്, മൗലയാണ് അദ്ദേഹം. പിന്നെ അടിമച്ചന്തയിൽ വിൽക്കപ്പെട്ടതാണൊക്കെ ശരിയാണ്. പക്ഷെ അദ്ദേഹം സ്വതന്ത്രനായി ജനിച്ച ബനു കെൽബ് ഗോത്രക്കാരനാണ്. ബനു കെൽബ് എന്ന് പറഞ്ഞിട്ടെങ്കിൽ അതുകൊണ്ട് തന്നെ സെയ്ദിൻ്റെ ശരീരപ്രകൃതി പറയുമ്പോൾ അദ്ദേഹം വെളുത്ത് ഒരു സുന്ദര കോമളനായിരുന്നു എന്നുള്ളതാണ്. ബനു കെൽബ് ഗോത്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പ്രസിദ്ധരായ പിന്നെ സഹാബികളൊക്കെ ദിഹിയ ഇബ്നു ഖലീഫ അൽ കെൽബി. ദിഹിയ എന്താ? ദിഹിയ ഇബ്നു ഖലീഫ അൽ കെൽബിയുടെ പ്രത്യേകത, ദിഹിയ ഇബ്നു ഖലീഫ അൽ കെൽബി മലക്ക് ജിബ്രീൽ മനുഷ്യരൂപത്തിൽ വന്നിട്ട് റസൂൽ ചോദിക്കുന്നത് ആരാണെന്ന്. അപ്പോൾ പറയും അത് ദിഹിയാണെന്ന് പറയും. അപ്പോൾ റസൂൽ പറയും ദിഹിയ അല്ല, അത് ജിബ്രീലാണെന്ന് പറയും. കാരണം ദിഹിയ എന്ന് പറയാൻ കാരണം അതിൻ്റെ സൗന്ദര്യമാണ്. ജിബ്രീൽ അത്ര സുന്ദര ഭാവത്തിലാണ് വന്നിരുന്നത്, സുന്ദര രൂപത്തിൽ. അപ്പോൾ അത്ര സുന്ദരനായിട്ട് ആരുണ്ടായിരുന്നത്? സഹാബികൾ ദിഹിയാണ് ഉണ്ടായിരുന്നത്. ഈ ദിഹിയ ബനു കെൽബ് ഗോത്രക്കാരനാണ്. അവരുടെ പ്രത്യേകത പിന്നെ മുആവിയ റളിയല്ലാഹുവിൻ്റെ ഭാര്യ മൈസൂൻ ബിന്ത് ബഹ്ദൽ അൽ കെൽബിയ. മൈസൂൻ ധിഷണ കൊണ്ടും സൗന്ദര്യം കൊണ്ടൊക്കെ പേര് കേട്ട ആളാണ്. ആ മൈസൂനിലാണ് മുആവിയക്ക് യസീദ് കുട്ടി ഉണ്ടായത്. ഏതായാലും ആ ബനു കെൽബ് ഗോത്രത്തിലെ മെമ്പറാണ്. പക്ഷെ അദ്ദേഹം അടിമയായി ചന്തയിൽ പിടിക്കപ്പെട്ടു, ചന്തയിൽ വിൽക്കപ്പെട്ടു എന്നുള്ള വിഷയം വേറെ. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൈനബിനെ കല്യാണം കഴിച്ചപ്പോഴുണ്ടല്ലോ ആ മൗല എന്നുള്ള ആ ഒരു വികാരം അതായിരുന്നു സൈനബിൽ ഉണ്ടായിരുന്നത്. റസൂലുള്ളാഹിൻ്റെ അമ്മായിൻ്റെ മകളാണ് സൈനബ്. അതുകൊണ്ട് തന്നെ ആയിഷ റളിയല്ലാഹു തആല തന്നെ പറയാണ് കാനത്തുസാമീനി. കാനത്തുസാമീനി എന്നാണ് എന്താ? ആ ആയിഷയോട് കടുപ്പിച്ച് നിൽക്കുക. റസൂലുള്ളാഹിൻ്റെ ഭാര്യമാരിൽ ആയിഷയോട് കടട്ട് നിൽക്കാൻ ആരും വരില്ലായിരുന്നു. പക്ഷേ സൈനബ് വഹിച്ചു. സൈനബ് റസൂലുള്ളാഹിൻ്റെ അമ്മായിൻ്റെ മകളാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു അധികാരത്തിൽ ആയിഷയോടൊത്ത് കിടത്ത് നിന്ന് പെരുമാറുമായിരുന്നു എന്നാണ് ആര്? സൈനബ്. അപ്പം അങ്ങനെയുള്ള സൈനബാണ്. പിന്നെ അവർ അതുകൊണ്ട് അതാണ് സൈദിനെ കൂട്ടാക്കാതിരിക്കുന്നത്. ഏതായാലും പിന്നെ അവർ പറഞ്ഞ് ഞാൻ എൻ്റെ റബ്ബിനോട് ഇസ്തിഖാറത്ത് നടത്തട്ടെ. അങ്ങനെ അവർ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് നിന്നു. അപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വതആല അടുത്ത ഭാഗം ഇറക്കുന്നത്. ഫലമ്മ ഖദാ സൈദും മിൻഹാ വത്റൻ സവ്വജ്നാകഹ. സൈനബിനെ വേർപിരിയുകയും തലാഖ് നിർവഹിക്കുകയും ചെയ്തപ്പോൾ നാം സൈനബിനെ നിങ്ങൾക്ക് വിവാഹം കഴിച്ചു തന്നു എന്ന് പറയണം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പിന്നീട് സൈനബിൻ്റെ അടുക്കലേക്ക് പോവുകയുണ്ടായത്. കാരണം വിവാഹം നടന്നു. സാക്ഷിയോ പിന്നെ മഹറോ പിന്നെ വലിയോ ഒന്നുമില്ലാതെയാണ് എന്ത് ചെയ്തത്? ആ വിവാഹം നടന്നത്. അള്ളാഹുവാണ് അത് നിർവഹിച്ചത്. അങ്ങനെ സൈനബിൻ്റെ അടുക്കലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ചെന്നു. അപ്പോൾ സൈനബ് പറയുമായിരുന്നു എന്നാണ് റസൂലുള്ളാഹിൻ്റെ ഭാര്യമാരോട്, സവ്വജകുന്ന അഹ്ലുകുൻ, നിങ്ങളൊക്കെ നിങ്ങളുടെ കുടുംബക്കാരാണ് റസൂലുള്ളാഹിക്ക് കല്യാണം കഴിച്ചു കൊടുത്തത്. വസവ്വജനി അല്ലാഹു മിൻ ഫൗഖി സബ്ഇ സമാവാത്ത്, എൻ്റെ വിവാഹകർമ്മം നിർവഹിച്ചത് അള്ളാഹുവാണ്, അത് വാനങ്ങൾക്കുപരിയിൽ വെച്ച് എന്ന് അവർ അഭിമാനം പറയുമായിരുന്നു എന്നൊക്കെ ഹദീസിൽ കാണാം.
പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വലീമ കൊടുത്തത്, റസൂലുള്ള വിവാഹം കഴിച്ച വിവാഹങ്ങളിൽ ഏറ്റവും വലിയ വലീമ സൈനബിൻ്റെ വലീമയായിരുന്നു എന്നാണ്. ആളുകൾക്ക് മുഴുവൻ അഷ്ബഅഹും ബില്ലഹ്മി വൽ ഖുബ്സ്, റൊട്ടിയും മാംസവും വയറ് നിറച്ച് റസൂലുള്ള ആളുകൾക്ക് കൊടുത്തു എന്നാണ്. അതിലാണ് നമ്മൾ പിന്നെ ആളുകൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി റസൂലുള്ള വിളിച്ചു. എല്ലാവർക്കും മാംസം ഉണ്ടായിരുന്നു, റൊട്ടി ഉണ്ടായിരുന്നു, എല്ലാവരും തിന്നു. അങ്ങനെ ആളുകൾ എന്ത് ചെയ്തു, പിന്നെ പതിവിന് വിപരീതമായിട്ടാണ് അപ്പോൾ ആളുകളൊക്കെ റസൂലുള്ളാഹിൻ്റെ വീട്ടിൽ വന്നിരുന്ന് തിന്ന്, ചിലരൊന്നും ഇതിൽ തിന്നിട്ട് നീച്ചു പോകണില്ല, അവിടെ തന്നെ ഇരുന്ന് വർത്താനം പറയാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട് നടത്തണമെങ്കിൽ അവിടെ ആ വീട്ടിൽ തന്നെ റസൂലുള്ളാഹിക്ക് അറിയിക്കൂടാനുള്ളത്. സൈനബ് റളിയല്ലാഹു തആല പുതിയ ചുമരിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ്, ആളുകളൊക്കെ അവിടെ തിന്നാണ്, ഇവർ ചുമരിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്നത് പോണ്, കാരണം വരുന്നത് പോണ് എന്തിനാ, ഇവർ നീച്ചു പോകാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ആളുകളോട് പറയാൻ റസൂലുള്ളാഹിക്ക് മടി, എഴുന്നേറ്റ് പോകാൻ പറയാം, അങ്ങനെ പോണില്ല. സബറുല്ലാ ആയത്ത് നമുക്ക് ഇനി ഇതിൻ്റെ വിഷയത്തിൽ വരും. ഹിജാബിൻ്റെ ആയത്ത് ഇറങ്ങിയത് ആ വിഷയത്തിലല്ല. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്ത്, പിന്നെ അനസ് റളിയല്ലാഹു പറയുന്നത് വരുന്നത് പോണ്, പക്ഷേ ആളുകൾ എഴുന്നേറ്റ് പോണില്ല. പിന്നെ അപ്പോൾ റസൂലുള്ളാഹി എന്ത് ചെയ്തു, പതിവ് പോലെ എല്ലാ ഭാര്യമാരുടെ അടുക്കലേക്കും പോയി, എല്ലാ ഭാര്യമാരെയും സന്ദർശിച്ചു. അപ്പോൾ ആയിഷയെ പറഞ്ഞ് പിന്നെ അവർ റസൂലുള്ളാഹിക്ക് വേണ്ടി ദുആ ചെയ്ത്, എന്നിട്ട് പറഞ്ഞ് പിന്നെ കൈഫ വജത്ത അഹലക, നിങ്ങളുടെ പുതിയ കുടുംബക്കാരെ എങ്ങനെയാണ് കണ്ടത്, ഭാര്യനെ എങ്ങനെ കണ്ടതെന്നൊക്കെ ചോദിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തു. പിന്നെ ആയിഷ റളിയല്ലാഹു ദുആ ചെയ്തു. അങ്ങനെ എല്ലാ ഭാര്യമാരെയും കണ്ട് വീണ്ടും റസൂലുള്ളാഹി തിരിച്ചു വന്നപ്പോൾ ഈ ആളുകൾ പോയിട്ടുണ്ടെന്നാണ് വിചാരിക്കണത്. പക്ഷേ 3 ആളുകൾ അപ്പോഴും ഉണ്ട്. അപ്പോൾ വീണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്തു, വീട്ടിൽ കയറി ഇറങ്ങിയിട്ട് വീണ്ടും പോയി, പിന്നെ വന്നു. അപ്പോഴാണ് അനുസരിച്ച് അപ്പോഴാണ് ഈ 3 ആളുകൾ പോണത് എന്നൊക്കെയുള്ള ചരിത്രം. അപ്പോഴാണ് പിന്നെ ആയത്തിറങ്ങിയത്. പിന്നെ ഹിജാബിൻ്റെ ആയത്ത് എന്ന് പറയുന്ന ആയത്തുണ്ടല്ലോ, അത് അവതീർണമായതെന്നൊക്കെ കാണാം, നമുക്ക് അത് വരും ഇൻഷാ അല്ലാഹ്. ഏതായാലും ഈ ആയത്തിൻ്റെ അവതരണ പശ്ചാത്തലം അതായിരുന്നു. ഈ 2 ഭാഗങ്ങൾ 2 തവണയായിട്ടാണ് ഇറങ്ങിയത്. എന്താ ഇവിടെ പറയുന്നത്, വഇദ് തഖൂലു ലില്ലദീ അൻഅമ അല്ലാഹു അലൈഹി വഅൻഅംത അലൈഹി, വഇദ് തഖൂലു അങ്ങ് പറഞ്ഞിരുന്ന സമയം ഓർക്കുക. അങ്ങ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, തഖൂലു താങ്കൾ പറയുന്നു, ഇദ് തഖൂലു താങ്കൾ പറഞ്ഞ സമയം അത് ഓർക്കാൻ പറയാണ്. ആരോട് താങ്കൾ പറഞ്ഞു, ലില്ലദീ യാതൊരുവനോട്, യാതൊരാളോട്. അപ്പോൾ യാതൊരാളോട് താങ്കൾ പറഞ്ഞ സമയം ഓർക്കൂ. ഈ യാതൊരാളുടെ പ്രത്യേകത എന്താണ്, എന്താ പ്രത്യേകത, അൻഅമല്ലാഹു അലൈഹി, അൻഅമല്ലാഹ് അള്ളാഹു അനുഗ്രഹം കനിഞ്ഞു, അലൈഹി അദ്ദേഹത്തിന്, അള്ളാഹു അനുഗ്രഹം അരുളി അദ്ദേഹത്തിന്. അപ്പോൾ അള്ളാഹു യാതൊരുവൻ്റെ അനുഗ്രഹം അരുളി ആ വ്യക്തിയോട് അങ്ങ് പറഞ്ഞ സമയം ഓർക്കുക. അള്ളാഹു അനുഗ്രഹം അരുളി എന്ന് പറയുന്നത് സെയ്ദിനെ കുറിച്ചാണ് പറയുന്നത്. താങ്കൾ സെയ്ദിനോട് പറഞ്ഞ സന്ദർഭം ഓർക്കൂ എന്നാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല സെയ്ദിനോട് എന്ന് പറയുന്നത് ലില്ലദീ അൻഅമ അല്ലാഹു അലൈഹി എന്നാണ് പറഞ്ഞത്. അള്ളാഹുവാണ് സെയ്ദിന് ഇസ്ലാം കനിഞ്ഞത്, ഇസ്ലാം കനിഞ്ഞത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സുഹബത്ത് കനിഞ്ഞത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്നേഹം കനിഞ്ഞത്, അൽ മവദ്ദ, ഒക്കെ വലിയ കാര്യമല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മനസ്സിൽ സെയ്ദിനോട് സ്നേഹം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുഹബത്ത്, സഹാബി എന്നുള്ള ആ സ്ഥാനം, അതിനു മുമ്പ് ഇസ്ലാം. സെയ്ദിൻ്റെ ഇസ്ലാമിൻ്റെ പ്രത്യേകത എന്താ, അടിമകളിൽ മൗലന്മാരിൽ ആദ്യം ഇസ്ലാം ആശ്രയിച്ച വ്യക്തിയാണ് സെയ്ദ്. ഇതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ പിന്നെ അനുഗ്രഹമാണ്. അത് ഓർക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു പറയുന്നത് ലില്ലദീ അൻഅമ അല്ലാഹു അലൈഹി, അള്ളാഹു അനുഗ്രഹം ചൊരിഞ്ഞ യാതൊരുവിനോട് താങ്കൾ പറഞ്ഞ സന്ദർഭം ഓർക്കൂ. വ അൻഅംത അലൈഹി, വ അൻഅംത അലൈഹി, വ അൻഅംത താങ്കളും അനുഗ്രഹം ചൊരിഞ്ഞു, അലൈഹി അദ്ദേഹത്തിൽ. താങ്കൾ അനുഗ്രഹം ചൊരിഞ്ഞു പറഞ്ഞാൽ എന്താ, ഈ താങ്കളുടെ അനുഗ്രഹം, താങ്കളുടെ അനുഗ്രഹം എന്താ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുഗ്രഹം എന്താ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ പിന്നെ സൈനബിനെ കല്യാണം കഴിച്ചു കൊടുത്ത്, തസ്വീജ്, വിവാഹം ചെയ്തു കൊടുത്തത്. മൗലന്മാർക്ക് ഖുറൈശിയത്തിനെ കെട്ടി, ഒരു മൗലക്കൊരു ഖുറൈശിയത്തിന് ആയ പെണ്ണിനെ കെട്ടിച്ചു കൊടുക്കുന്നതാണ്. അത് പിന്നെ ഈ ഉഖ്ബത്ത് ബിൻ അബി മുഅയ്ത്ത് ഖുറൈശിയത്തല്ല, പക്ഷെ അബൂലഹബിൻ്റെ മകൾ ദുറ അബൂലഹബിൻ്റെ മകളാണ്. ഏതാ അബൂലഹബ്, തബ്ബത് യദാ അബീ ലഹബ്, അബീ ലഹബ്, ആ അബൂലഹബ് റസൂലുള്ളാഹിൻ്റെ അളാപ്പ അബൂലഹബ് ഇബ്ൻ അബ്ദുൽ മുത്തലിബ് ഇബ്ൻ ഹാഷിം,
ദുർറ അബൂലഹബിൻ്റെ മക്കളിൽ ആണുങ്ങളിലും പെണ്ണുങ്ങളിലും ഇസ്ലാം സ്വീകരിച്ചവരുണ്ട്. അബൂലഹബിൻ്റെ മക്കളിൽ ഉത്ബ, ഉത്തൈബ, മിഅ്തബ്, 3 ആൺമക്കൾ. അതിൽ ഉത്തൈബ പിന്നെ സിംഹം തിന്നുക ചെയ്ത്. ഉത്തുബ പിന്നെ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. ഉത്തുബ. മിഅ്തബ് ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. ഉത്തൈബ അവനാണ് നബി തങ്ങളെ ദ്രോഹിച്ചത്. പിന്നെ അപ്പോഴാണ് അല്ലാഹുമ്മ സല്ലത്ത് അലൈഹി കൽബൻ മിൻ കിലാബിക റസൂൽ ദുആ ചെയ്യുന്നുണ്ട്. അള്ളാഹുവേ നിൻ്റെ പിന്നെ കെൽബുകളിൽ ഒരു കെൽബിനെ ഇവന് നീ പിന്നെ ഇവന് കൊടുക്കണമെന്ന് പറയുന്നുണ്ട്. ഇവൻ്റെ മേൽ ആധിപത്യം കൊടുക്കണമെന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണ് ഷാമിലേക്കുള്ള യാത്രാമാർഗെ ഒരു സിംഹം വന്ന് ആൾക്കൂട്ടത്തിൽ നിന്ന് ഇവനെ മാത്രം കൊണ്ടുപോകുന്നത്, കടിച്ചു കൊണ്ടുപോകുന്നത് ഈ ഉത്തൈബയെ. ഉത്തുബയും മിഅ്തബും മക്കം ഫത്തിൽ റസൂല പ്രത്യേകം പരിഗണിക്കുന്നുണ്ട്. ഉത്തുബയെയും മിഅ്തബിനെയും കണ്ണ് നനയിക്കുന്ന ചരിത്രമാണ്. ഇവനും പ്രത്യേകം റസൂല അബൂലഹബിൻ്റെ മക്കൾ അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകം സ്വീകരിച്ചു കൊണ്ടുപോകുന്നത്. പിന്നെ അതിൽ ദുർറ, അവർക്ക് ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്, മകൾ, അബൂലഹബിൻ്റെ മകൾ. ആ ദുർറയെ കല്യാണം കഴിച്ചു കൊടുത്ത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സെയ്ദിന് കല്യാണം കഴിച്ചു കൊടുത്തത്. അവരെ ഖുറൈശിയത്താണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുഗ്രഹം നൽകിയ വ്യക്തിയാണ് സെയ്ദ്. അതിൽ ഒന്നാണ് തസ്വീജ്, വിവാഹം ചെയ്തു കൊടുത്ത്. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകിയ തർബിയത്ത്. ഈ സെയ്ദ് കുട്ടിയായിരിക്കുമ്പോഴാണ് റസൂലുള്ളാഹിൻ്റെ ജീവിതത്തിലേക്ക് വരുന്നത്. വളരെ ചെറുപ്പത്തിലാണ് വരുന്നത്. നമ്മൾ ഇവിടെ സെയ്ദിൻ്റെ പേര് വരുമല്ലോ, അവിടെ അത് ആ ചരിത്രം പറയും. സെയ്ദിനെ മാർക്കറ്റിൽ നിന്ന്, ഹുബാഷ മാർക്കറ്റിൽ നിന്ന് അല്ലെങ്കിൽ ഒക്കാവ മാർക്കറ്റിൽ നിന്ന് ഹക്കീം ബിൻ ഹിസാം വാങ്ങിയിട്ട് ഖദീജക്ക് കൊടുക്കുമ്പോൾ കുട്ടിയാണ്, ചെറുപ്രായത്തിലുള്ള കുട്ടിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖദീജയെ കല്യാണം കഴിച്ചപ്പോൾ റസൂലുള്ളാഹിക്ക് നൽകുകയാണ് ചെയ്തത്. പിന്നെ റസൂലുള്ളാഹിയാണ് എന്ത് ചെയ്യേണ്ടത്, ഈ സെയ്ദിനെ വളർത്തുന്നത്. സെയ്ദിന് വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ സംസ്കരണമോ കിട്ടിയിട്ടില്ല. അപ്പോഴത്തേക്ക് അടിമയായി വിൽക്കപ്പെട്ടു. പിന്നെ റസൂലുള്ളാഹിയാണ് അദ്ദേഹത്തിന് തർബിയത്ത് നൽകുന്നത്. അപ്പോൾ അതാണ് അൻഅംത അലൈഹി. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തെ മോചിപ്പിച്ചു. റസൂലുള്ളാഹിൻ്റെ അടുക്കൽ വരുമ്പോഴൊക്കെ എന്താണ്, അടിമയാണ്, പക്ഷേ റസൂലുള്ളാഹിയാണ് സ്വതന്ത്രനാക്കിയത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകിയ അനുഗ്രഹം ധാരാളമുണ്ട്, മോചിപ്പിച്ചത്. അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടത്, അതേപോലെ തന്നെ ആദരിച്ചത്. റസൂലുള്ളാഹിൻ്റെ ചെലവിലാണ് സെയ്ദ് വളർന്നത്, ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിൽ. അപ്പം അങ്ങനെ കുറേ വിഷയമുണ്ട്. അപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വഇദ് തഖൂലു ലില്ലദി, യാതൊരുവനോട് അങ്ങ് പറഞ്ഞ സന്ദർഭം. ആ യാതൊരുവൻ്റെ പ്രത്യേകത അൻഅമ അല്ലാഹു അലൈഹി, അള്ളാഹു അദ്ദേഹത്തിൽ അനുഗ്രഹം അരുളി, ഇസ്ലാം കരിഞ്ഞ്, റസൂലുള്ളാഹിയുടെ സുഹബത്ത് കരിഞ്ഞ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നുള്ള സ്നേഹം കനിഞ്ഞ്, അതിന് ഒക്കെ ഉപരി അള്ളാഹിൻ്റെ സ്നേഹം വന്നില്ലേ, അതുകൊണ്ടല്ലേ ഇസ്ലാം കൊടുത്തത്. അപ്പം അള്ളാഹുവിൻ്റെ സ്നേഹം ഒക്കെ കനിഞ്ഞ് അള്ളാഹു അനുഗ്രഹം അരുളിയ വ്യക്തിയോട് അൻഅംത അലൈഹി, വിവാഹം ചെയ്ത് നൽകി, തർബിയത്ത് നൽകി, സ്വാതന്ത്ര്യം നൽകി, ഇക്റാം നൽകി. പിന്നെ ഇതിൽ പറ്റുന്നതാണ് തബന്നി. എന്താ തബന്നി പറഞ്ഞേ? ദത്തുപുത്ര സമ്പ്രദായം വിലക്കുന്നതിന് മുമ്പ് മകനായിട്ട് പ്രഖ്യാപിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഹാദാ ഇബ്നി, ഇതെൻ്റെ മകനാണ്. വാരിസൻ വ മൗറൂസൻ, വാരിസൻ വ മൗറൂസൻ എന്നാൽ ഞാൻ മരിച്ചാൽ ഇദ്ദേഹം എന്നെ അനന്തരമെടുക്കും, അദ്ദേഹം മരിച്ചാൽ ഞാൻ അദ്ദേഹത്തെ അനന്തരമെടുക്കും. ചില റിപ്പോർട്ടുകളിൽ അരിസുഹു വ യരിസുനി, അദ്ദേഹം എന്നെ അനന്തരമെടുക്കും, ഞാൻ അദ്ദേഹത്തെ അനന്തരമെടുക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുറൈശികളുടെ മുമ്പിൽ പ്രഖ്യാപിച്ച ആളാണ് ആര്? സെയ്ദ്. അതാണ് തബന്നി, ദത്തുപുത്രനായിട്ട് സ്വീകരിച്ചു, അത് വിലക്കുന്നതിന് മുമ്പ്. അതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിന് നൽകിയ അനുഗ്രഹമാണ്. അപ്പോൾ അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, താങ്കൾ അനുഗ്രഹം അരുളിയവൻ. അനുഗ്രഹം റസൂലുള്ളാഹിയിൽ നിന്ന് വന്നത് ഈ നിലക്കൊക്കെയാണ്. എന്താ വിഷയം? താങ്കൾ അനുഗ്രഹം അരുളിയവൻ, അള്ളാഹു അനുഗ്രഹം അരുളിയവൻ, അവനോട് താങ്കൾ പറഞ്ഞ സമയം ഓർക്കണം. എന്താണ് എന്താ പറഞ്ഞത്? അംസിക് അലൈക സൗജക് വത്തഖില്ല. അംസിക് അലൈക സൗജക്, അംസക്ക എന്ന് പറഞ്ഞാൽ എന്താ? പിടിച്ചു നിർത്തുകയാണ്. ഭാര്യയെ ഭർത്താവ് ഇഷ്റത്തിൽ സൽപെരുമാറ്റത്തിൽ നിലനിർത്തുന്നതിന് പ്രയോഗിക്കുന്നതാണെന്ത്? അംസിക്ക്. തലാഖിൻ്റെ വിഷയത്തിൽ പറഞ്ഞില്ലേ, ഇംസാക്കും ബി മാറൂഫ് ഔ തസ്രീഹും ബി ഇംസാക്ക്. ഇംസാക്ക് എന്ന് ഭാര്യനെ അംസക്ക യുംസിക്കു, ഇംസാക്ക് എന്ന് പറഞ്ഞാൽ പിടിച്ചു നിർത്തുക എന്നാണ്. അപ്പോൾ അംസിക് അലൈക സൗജക, താങ്കളുടെ സൗജിനെ താങ്കൾ പിടിച്ചു വെക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? അവരോടുള്ള
വൈവാഹിക ജീവിതം പിന്നെ കാര്യക്ഷമമായി ഊർജ്ജസ്വലതയിൽ നിലനിർത്തൂ എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അതാ പ്രയോഗം. അംസിക് അലൈക സൗജക, താങ്കളുടെ സൗജിനെ അംസിക് അലൈക എന്ന് പറഞ്ഞെങ്കിൽ ഇൽസം ഇഷ്റതഹ, അവരോടുള്ള കുടുംബജീവിതം, വൈവാഹിക ജീവിതം അത് മുറിയാതെ, അത് മങ്ങാതെ മായാതെ നിലനിർത്താൻ വേണ്ടിയിട്ട് പറയണം. അതാണ് അതിൻ്റെ ഉദ്ദേശം. രണ്ടാളും രണ്ട് കോണിലല്ല പോകേണ്ടത്. അംസിക്ക് എന്ന് പറഞ്ഞാൽ എന്താ? അത് പിടിച്ചു നിർത്തണം, ഉറപ്പിച്ചു നിർത്തണം എന്നുള്ളതാണ് ഇതിൻ്റെ ആ പ്രയോഗം അറിയിക്കുന്നത്. വത്തക്കില്ല, എന്താ വത്തക്കില്ല? അള്ളാഹുവിൽ സൂക്ഷ്മതയുള്ളവനാക്. അള്ളാഹുവിൻ്റെ സൂക്ഷ്മതയുള്ളവനാക് എന്ന് പറഞ്ഞാൽ ഏത് വിഷയത്തിൽ? ഏത് വിഷയത്തിൽ നമ്മൾ പറഞ്ഞത്? ഭാര്യൻ്റെ വിഷയത്തിലാ? തക്കില്ല എന്ന് പറഞ്ഞാൽ എന്തിനാ? തലാഖിൻ്റെ വിഷയത്തിൽ. അതായത് ഞാൻ പറഞ്ഞില്ല, ഈ ആയത്ത് ഇറങ്ങുമ്പോൾ സെയ്ദ് വന്നിട്ട് സെയ്ദ് വരികയാണ് സൈനബിനെ സങ്കടപ്പെട്ടിട്ട്. എത്രയായി കല്യാണം കഴിച്ചിട്ട് ഇതുവരെ അറയിൽ ഒരിക്കലും സമ്മതിക്കണില്ല, വിരിപ്പിൽ കൂട്ടാക്കണില്ല. സൈനബ് സെയ്ദിനെ പരിഗണിക്കണില്ല. അപ്പോൾ എത്ര വിഷമമുണ്ടാവും, എത്ര വിഷമമുണ്ടാവും. അതാണ് പറയുന്നത്. അപ്പോൾ അത് സങ്കടപ്പെട്ടിട്ടാണ് വരുന്നത് റസൂലുള്ളാഹിൻ്റെ അടുക്കലേക്ക്. അതാണ് അനസ് പറയുന്നത്, സെയ്ദ് ബിൻ ഹാരിസ ഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഷ്കു സൈനബ്, സൈനബിൻ്റെ വിഷയത്തിൽ യഷ്കു സങ്കടം പറഞ്ഞിട്ട് വരികയാണ്, ആവലാതിപ്പെട്ട് വരികയാണ്. ഹത്ത ഹമ്മ ബി തലാഖി എന്നാണ്, തലാഖെല്ലാം വരെ തീരുമാനിച്ചു എന്നാണ് സെയ്ദ്. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് അംസിക അലൈക സൗജക വത്തഖില്ലാഹ ഫി തലാഖ്. സൈനബിനെ തലാഖ് എന്ന വിഷയത്തിൽ ഇത്തഖില്ല, സൂക്ഷിച്ചോ എന്ന് പറയാണ്. ഇത് ഓർക്കാൻ പറയണം അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്. അള്ളാഹു പറയാണ് വതുഖ്ഫി ഫീ നഫ്സിക മല്ലാഹു മുബ്ദീഹി വതഖ്ശന്നാസ വല്ലാഹു അഹഖു അൻ തഖ്ശ. വതുഖ്ഫി, എന്താണ് തുഖ്ഫി എന്ന് പറഞ്ഞാൽ? താങ്കൾ മറച്ചു പിടിക്കുന്നു. വതുഖ്ഫി, താങ്കൾ മറച്ചു പിടിക്കുന്നു. ഫീ നഫ്സിക, താങ്കളുടെ മനസ്സിൽ, താങ്കളുടെ മനസ്സിൽ. എന്ത്? മല്ലാഹു മുബ്ദീഹി, എന്ന് പറഞ്ഞാൽ യാതൊരു കാര്യം, യാതൊരു കാര്യം അള്ളാഹു സുബ്ഹാനഹു വ തആല മുബ്ദീഹി, അതിനെ എന്താണ് അബ്ദായി ഉബ്ദിയാണ് പരസ്യമാക്കുക, വെളിവാക്കുക, പ്രകടമാക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെ പ്രകടമാക്കുന്നവനാണ്. മുബ്ദി എന്ന് പറഞ്ഞാൽ പ്രകടമാക്കുന്നവൻ. മുബ്ദീഹി, അതിനെന്നാണ് യാതൊരു കാര്യത്തെ. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല മുബ്ദി, പ്രകടമാക്കുന്നവനാണ്. ഹി, അതിനെ പറഞ്ഞാൽ ഈ എന്ന് പറഞ്ഞാൽ ഈ അതിലേക്കാണ് മടങ്ങുന്നത്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രകടമാക്കാനിരിക്കുന്ന, പരസ്യമാക്കാനിരിക്കുന്ന ഒരു കാര്യത്തെ താങ്കളുടെ മനസ്സിൽ മറച്ചു പിടിക്കുന്നു. എന്താണ് ആ വിഷയം? എന്താണ് ആ വിഷയം? തഫ്സീറുകളിൽ ഒരിക്കലും പരാമർശിക്കപ്പെടാൻ പാടില്ലാത്ത രീതിയിൽ ചില പരാമർശങ്ങൾ കാണാൻ സാധിക്കും. അല്ലാഹുൽ മുസ്തആൻ. അത് നമുക്ക് പറയാം. എന്നിട്ട് പറയണം, അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വതുഖ്ഫി ഫീ നഫ്സിക, താങ്കളുടെ ഉള്ളിൽ ഒളിപ്പിക്കുന്നു. മല്ലാഹു മുബ്ദീഹി, അള്ളാഹു പരസ്യപ്പെടുത്താനിരിക്കുന്ന ഒരു കാര്യത്തെ. താങ്കൾ നീനില്ല പരസ്യമാക്കണില്ല, താങ്കളത് ഗോപ്യമാക്കി മറച്ചു പിടിക്കുകയാണ്. വതഖ്ശന്നാസ്, എന്താ വതഖ്ശന്നാസ്? വതഖ്ശ, താങ്കൾ ഭയക്കുന്നു. അന്നാസ് ആണ് ജനങ്ങളെ. പക്ഷേ ഈ അന്നാസ് എന്നുള്ളത് ഈ അലിഫ്ലാം ഉണ്ടല്ലോ, അത് ജിൻസിനല്ല, എല്ലാ മനുഷ്യരും എന്ന അർത്ഥത്തിലല്ല. പിന്നെയോ ഒരു ലിൽ അഹദ്, പ്രത്യേക മനുഷ്യരാണ്. ആരാ മനുഷ്യർ? മുനാഫിഖീങ്ങൾ, കപടന്മാർ. മാഷാ അല്ലാഹ്. വതഖ്ശന്നാസ്, താങ്കൾ കപട വിശ്വാസികളെ പേടിക്കുകയും ചെയ്യുന്നു. വല്ലാഹു അഹഖു അൻ തഖ്ശാഹു, അല്ലാഹു അഹഖു അൻ തഖ്ശ, താങ്കൾ പേടിക്കുവാൻ അർഹനാകുന്നു. അള്ളാഹുവാണ് താങ്കൾ പേടിക്കുവാൻ അർഹൻ. ഇവിടെ കുറേ വിഷയങ്ങളുണ്ട്, നമുക്ക് അത് പറയാം. അങ്ങനെ ഇവിടെ വതുഖ്ഫി ഫീ നഫ്സിക, അങ്ങയുടെ മനസ്സിൽ അങ്ങ് ഒളിപ്പിക്കുന്നു, മറച്ചു പിടിക്കുന്നു. മല്ലാഹു മുബ്ദീഹി, അള്ളാഹു വെളിവാക്കാനിരിക്കുന്ന ഒരു കാര്യത്തെ എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. എന്താണ് ആ കാര്യം? എന്താണ് റസൂലുള്ളാഹി മനസ്സിൽ ഉറപ്പിച്ചത്? അള്ളാഹു പിന്നീട് പ്രകടാക്കിയത്, പരസ്യമാക്കിയത്. അതാണ് വിഷയം. അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹ്യ് നൽകിയിട്ടുണ്ട്, സൈനബ് അങ്ങയുടെ ഭാര്യ ആയിരിക്കും എന്നുള്ളത്. അങ്ങ് സൈനബിനെ കല്യാണം കഴിക്കുമെന്ന കാര്യം അള്ളാഹു അറിയിച്ചിട്ടുണ്ട്. അത് ചിലപ്പം ആയിഷ റളിയല്ലാഹു തആല അൻഹയെ റസൂലുള്ളാഹി കല്യാണം കഴിക്കുമെന്നത് അറിയിച്ചില്ലേ? അതേപോലെ ആയിരിക്കാം. എങ്ങനെ ആയിഷ റളിയല്ലാഹു തആല അൻഹയെ റസൂലുള്ളാഹി കല്യാണം കഴിക്കും എന്നുള്ളത് അറിയിച്ചത്? സ്വപ്നത്തിൽ.
അതായത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയെ ഒരു പിന്നെ സൂറത്തുമായി രൂപവുമായ ഒരു പട്ടിൻ്റെ വസ്ത്രത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറക്കിൽ കാണാണ് ജിബ്രീലിനെ. ഇത് ആയിഷ അറിയണില്ല, അബൂബക്കർ സിദ്ദീഖ് ഒന്നും അറിയണില്ല, ആരും അറിയണില്ല. റസൂലുള്ള സ്വപ്നം കാണുകയാണ്, ജിബ്രീൽ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യാണ്, ഒരു പട്ടിൻ്റെ വസ്ത്രം അതിലൊരു ആൾരൂപത്തെ കാണിക്കുകയാണ്. അപ്പോൾ പട്ടുവസ്ത്രം തുറന്നു നോക്കിയപ്പോൾ റസൂലുള്ള പിന്നീട് പറയേണ്ട ആയിഷയോട് ഫൈദ ഹിയ അൻതി, ഞാൻ നോക്കുമ്പോൾ നിൻ്റെ രൂപമാണ് ആ കണ്ടത് എന്നാണ് പറഞ്ഞത്. അത് നോക്കി നിങ്ങൾ, ആയിഷ അറിയുന്നതിന് മുമ്പ്, ആയിഷയുടെ ഉപ്പ വലിയ അബൂബക്കർ റളിയല്ലാഹു അറിയുന്നതിന് മുമ്പ് റസൂലുള്ളാഹിക്ക് ആരെ അറിയിച്ചിട്ടുണ്ട്? അള്ളാഹു ആയിഷ നിങ്ങളുടെ ഭാര്യയാണെന്ന് അറിയിച്ചിട്ടുണ്ട് ഉറക്കത്തിൽ, സ്വപ്നത്തിൽ. ഇതേപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചൊരു വിഷയമാണ് ആരുടെ വിഷയം? സൈനബിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവാഹം കഴിക്കുമെന്ന വിഷയം. അതാണ്. പിന്നെ അപ്പോൾ ഇതൊക്കെ നടക്കുമ്പോഴും സെയ്ദ് വരുമ്പോഴും സങ്കടപ്പെടുമ്പോഴും വിഷയമൊക്കെ ഉണ്ടല്ലോ. അപ്പോഴൊക്കെ ഒരു വിഷയമുണ്ട്, അതെന്താ? ഈ സൈനബ് തൻ്റെ ഭാര്യയാകുമെന്നുള്ള വിഷയമുണ്ട്. അതാർക്കറിയാം? റസൂലുള്ളാഹിക്ക് അറിയാം. പക്ഷെ ഇവിടെ വിഷയം സൈനബിനെ കല്യാണം കഴിക്കുന്ന വിഷയമല്ല. വിഷയം സെയ്ദ് റസൂലുള്ളാഹിൻ്റെ ആരാണ്? ഇപ്പം റസൂലുള്ളാഹിൻ്റെ ആരാണ്? സെയ്ദ് ബിനു മുഹമ്മദാണ്. മുഹമ്മദിൻ്റെ മകൻ സെയ്ദാണ്, അല്ലാതെ സെയ്ദ് ബിൻ ഹാരിസല്ല. കപട വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഈ ദത്തുപുത്ര സമ്പ്രദായം വിലക്കി സല്ലല്ലാഹു അലൈഹി വസല്ലം ദത്തുപുത്ര സമ്പ്രദായം വിലക്കി വിരോധിച്ചു, നമ്മൾ പറഞ്ഞില്ല. പക്ഷെ എന്നാലും ഈ ജാഹിലിയത്തിൻ്റെ ജാട അത് അവിടെ ഉണ്ട്. സെയ്ദ് ബിൻ മുഹമ്മദ് എന്നുള്ളത് വിശ്രുതായി, പക്ഷെ അത് വിലക്കിയിട്ടുണ്ട്. എങ്കിലും ഈ സെയ്ദ് റസൂലുള്ളാഹിൻ്റെ മകനെ പോലെയാണ് ആളുകളുടെ ഇടയിൽ. അപ്പോൾ സ്വന്തം മരുമകളെ കല്യാണം കഴിക്കുക എന്നുള്ളതെന്ന് ആലോചിച്ച് നോക്കേ, അതെത്ര ജുഗുപ്സാവാണ്. സ്വന്തം ആ ഒരു രീതിയിലാണ് ഈ ഒരു വിഷയം ജാഹിലിയത്തിൽ ആളുകൾ കൈകാര്യം ചെയ്തിരുന്നത്. സ്വന്തം മകളെ കല്യാണം കഴിക്കുന്നത് പോലെയാണ് ദത്തുപുത്രൻ്റെ ഭാര്യയെ കല്യാണം കഴിക്കുന്ന വിഷയം. അപ്പോൾ ഈ സൈനബിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവാഹം കഴിക്കുമെന്നുള്ള കാര്യം വഹി നൽകിയിട്ടുണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല. പക്ഷേ ആ വിവാഹം നടന്നിട്ടുണ്ടെങ്കിൽ ഈ മുനാഫിഖീങ്ങൾ എന്ത് പറയും? സ്വന്തം മരുമകളെ കിട്ടിയവൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആക്ഷേപിക്കും, സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നേ ആക്ഷേപിക്കും. ആ ആക്ഷേപമാണ് റസൂലുള്ളാഹിൻ്റെ പ്രൊട്ടൻഷൻ. മുനാഫിക്കുകൾ പറയുന്ന പ്രചരണങ്ങൾ അല്ലെങ്കിൽ പറയുന്ന കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നത്, അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിഷയം. അതുകൊണ്ടാണ്, അതാണ് വതഖ്ശന്നാസ്, താങ്കൾ കപടന്മാരെ പേടിക്കുന്നു. ആ പേടി സ്വാഭാവികമാണ്. കാരണം എന്താ? അന്നത്തെ സാമൂഹ്യ ചുറ്റുപാട് അതാണ്. ഏതോ ഒരു കുടുംബത്തിലെ മനുഷ്യനാണ് എന്ത് ചെയ്യണത്? അന്നത്തെ ആളുകൾ സ്വന്തം മകനാക്കിയിട്ട് എന്ത് ചെയ്യുന്നത്? വെക്കുന്നത്. സ്വന്തം മക്കൾക്കില്ലാത്ത പ്രാധാന്യമാണ് ഈ ദത്തുപുത്രന് നൽകിയിരുന്നത്. അനന്തരം കൊടുക്കും, എല്ലാ പരിഗണനയും നൽകും. മക്കൾക്ക് അത്ര പരിഗണന ഉണ്ടായിരുന്നില്ല. അങ്ങനെ വാഴ്ത്തുമായിരുന്നു സ്വന്തം ദത്തുപുത്രനെ. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു സാമൂഹ്യ അന്തരീക്ഷത്തിൽ ദത്തുപുത്രൻ്റെ ഭാര്യയെ വിവാഹമോചിതയായിട്ടുണ്ടെങ്കിൽ കല്യാണം കഴിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആളുകൾക്ക് ഉൾക്കൊള്ളുന്ന പ്രയാസമുള്ള വിഷയമാണ്. പ്രത്യേകിച്ച് മുനാഫിഖീങ്ങൾ, കപടന്മാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചിടത്തോളം അതാണ് പ്രശ്നം. ഈ കപടന്മാർ ഇതിനാൽ പ്രചരിപ്പിക്കുന്നത് എന്തായിരിക്കും? ആ ഒരു പേടി റസൂലുള്ളാഹിക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അംസിക് അലൈക സൗജക വത്തഖില്ലാഹ ഫി തലാഖ്, തലാഖിൻ്റെ വിഷയത്തിൽ അള്ളാഹിനെ സൂക്ഷിക്ക്, ഭാര്യനെ നിലനിർത്ത് എന്ന് റസൂലുള്ളാഹി സെയ്ദിനോട് ഇങ്ങനെ പറയുന്നത്. അപ്പോൾ അള്ളാഹു അതാണ് പറയുന്നത്, വതുഖ്ഫി ഫീ നഫ്സിക് മല്ലാഹു മുബ്ദീഹി, അള്ളാഹു പരസ്യപ്പെടുത്താതിരിക്കുന്ന ഒരു കാര്യത്തെ താങ്കളുടെ മനസ്സിൽ താങ്കൾ മൂടി വെക്കുന്നു. അള്ളാഹു പരസ്യപ്പെടുത്തുന്നത് എന്താണ്? സവ്വജിനാക്ക എന്ന് പറയില്ലേ, അള്ളാഹ് പറയാണ് നാം താങ്കൾക്ക് അവർ വിവാഹം കഴിച്ചെന്നും. ആ കല്യാണം അള്ളാഹു കല്യാണം കഴിച്ചു കൊടുത്തു ആകാശങ്ങൾക്കുപരിയിൽ നിന്നുള്ളത് ആ നിലക്ക് പരസ്യമായി പാട്ടായില്ലേ, അതാണ് അല്ലാഹു മുബ്ദീഹി. അതിനെ മനസ്സിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെച്ചു എന്നുള്ളതാണ്. അതാണ് ഉള്ള വിഷയം. വതുഖ്ഫി ഫീ നഫ്സിക മല്ലാഹു മുബ്ദീഹി വതഖ്ശന്നാസ്. എന്നിട്ട് പറയാണ് വല്ലാഹു അഹ്ഖു അൻ തഖ്ശാഹു, അള്ളാഹുവാണ് താങ്കൾ ഭയക്കാൻ അർഹൻ. ഇവിടെ ഏറ്റവും അർഹൻ എന്നുള്ള ഇസ്മി തഫ്ദീൽ ഉണ്ടല്ലോ, ആ അർത്ഥത്തിലല്ല കേട്ടോ. ഈ കപടന്മാരെയും ഭയക്കണം, അള്ളാഹിനെയും ഭയക്കണം, അള്ളാഹിനെ കൂടുതൽ ഭയക്കണം എന്ന അർത്ഥത്തിലല്ല. പറഞ്ഞത് മനസ്സിലായോ? അഹക്ക് എന്ന് പറഞ്ഞാൽ ഇസ്മു തഫ്ദീലാണ്, അസീഹ എൻ്റെ കൂർവ. യഥാർത്ഥത്തിൽ ഏറ്റവും ഭയക്കാൻ എന്നുള്ള അർത്ഥത്തിലാണ്, ഭയക്കാൻ അർഹൻ എന്നുള്ള അർത്ഥത്തിലാണ്
കപടവിശ്വാസികളെയും ഭയക്കണം, അള്ളാനെയും ഭയക്കണം, അള്ളാനെ കൂടുതൽ ഭയക്കണം എന്ന മാനയിലല്ലത്. വതഖ്ഷന്നാസ് വല്ലാഹു അഹഖു അൻ തഖ്ഷ. ഈ വാവുൽ ഹാലാണോ അതല്ല വാവുൽ ഇഅ്തിറാദിയ എന്ന് പറയും. പിന്നെ അള്ളാഹു താങ്കൾ ഭയക്കാൻ ഏറ്റവും അള്ളാഹു അർഹനായിരിക്കെ താങ്കൾ ജനങ്ങളെ ഭയക്കുന്നു എന്നർത്ഥമാണ് ഇത് വാവുൽ ഹാൽ എന്ന് പറയുമ്പോൾ വരിക. പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട്. അതെന്താ? ഇത് വാവുൽ ഹാൽ എന്ന് വരുമ്പോൾ ഇത് അള്ളാഹു റസൂലുള്ളാഹിനെ ആക്ഷേപിച്ചതും കുറ്റപ്പെടുത്തിയാണെന്ന് വരും, ഗുണദോഷിച്ചു എന്ന് വരും. പക്ഷേ ഇത് ഒരു ജുംല മുഅ്തരിദ എന്ന് പറയും, ഇടവാചകം. ആ ഇടവാചകത്തെ അറിയിക്കാനുള്ള വാവാണ് വാവ്. അതുകൊണ്ട് തന്നെ ഇതിനെ വാവുൽ ഇഅ്തിറാദിയ എന്ന് പറയും വ്യാകരണത്തിൽ. ഞാൻ പിന്നെ പരത്തി പറയുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു കുറ്റപ്പെടുത്തലൊന്നുമില്ല, ഗുണദോഷിക്കലുമില്ല. വല്ലാഹു അഹഖു അൻ തഖ്ഷ ഇതൊരു ഇടവാചകമാണ്. താങ്കൾ ഏറ്റവും ഭയക്കാൻ അർഹൻ ആരാണ്? അള്ളാഹുവാണ്. അതൊരു ഇടവാചകമായിട്ട് അള്ളാഹു സ്വന്തം പറഞ്ഞു എന്ന് മാത്രം. അല്ലാതെ ഇത് വാവുൽ ഹാലാകുമ്പോൾ താങ്കൾ ഭയക്കാൻ ഏറ്റവും അർഹൻ അള്ളാഹു ആയിരിക്കെ തഖ്ഷന്നാസ് താങ്കൾ ജനങ്ങളെ പേടിക്കുകയാണെന്ന് പറയുമ്പോൾ അതിൽ എന്തുണ്ട്? ഒരു ഗുണദോഷിക്കലും കുറ്റപ്പെടുത്തലും ഉണ്ട് എന്ന് വരും. ഇത് വാവുൽ ഹാലായിട്ട് പരിഗണിക്കുമ്പോൾ ഇങ്ങനെ ചർച്ച കാണാം. എന്തായാലും ഇതിൽ കഥ മനസ്സിലാക്കുക. ആശയവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൈനബിനെ വിവാഹം കഴിക്കുന്നവനാണ്, അള്ളാഹു കഴിപ്പിക്കും എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അറിയുമായിരുന്നു. പക്ഷേ ഈ കപടന്മാർ പറഞ്ഞു പരത്തുന്നത് എന്ത് എന്ന് ഭയന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്തു? ആ കാര്യം പരസ്യപ്പെടുത്താതെ മനസ്സിൽ വെച്ചു. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാണ്, എന്താ തുഖ്ഫി ഫീ നഫ്സിക, താങ്കളുടെ മനസ്സിൽ താങ്കൾ മറച്ചു പിടിക്കുന്നു. മല്ലാഹു മുബ്ദീഹി, എന്താ? അള്ളാഹു പരസ്യമാക്കാനിരിക്കുന്ന കാര്യം അല്ലേ, മനസ്സിലാക്കാനിരിക്കുന്ന കാര്യം. അപ്പം അള്ളാഹു പരസ്യമാക്കാനിരിക്കുന്ന കാര്യം അതെന്താണ്? അത് അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകിയ അറിയിപ്പാണ്. എന്താ അറിയിപ്പ്? താങ്കൾ സൈനബിനെ വിവാഹം കഴിക്കുമെന്നുള്ള കാര്യം. ഇത് കാലയെ കൂട്ടി എന്ത് ചെയ്താണ്? അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകിയ അറിയിപ്പാണ്, ബോധനാണ്. ഒരു വളരെ സ്വപ്നത്തിലൂടെ ആക്കാം. ഞാൻ പറഞ്ഞില്ല, ആയിഷ റളിയല്ലാഹു തആല അൻഹയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കല്യാണം കഴിക്കുമെന്നുള്ള കാര്യം കാലയെ കൂട്ടി റസൂലുള്ളാഹിക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? അള്ളാഹു വഹി നൽകിയിട്ടുണ്ട്. അത് സ്വപ്നത്തിലൂടെ വഹി നൽകിയിട്ടുണ്ട്. അത് ആയിഷ അറിഞ്ഞിട്ടില്ല, റളിയല്ലാഹു അൻഹ ഉപ്പി അറിഞ്ഞിട്ടില്ല. പിന്നെ വിവാഹം കഴിഞ്ഞതിന് ശേഷമാണ് ചെയ്യുന്നത്, അത് പിന്നെ എല്ലാവരും അറിയുന്നത്. അപ്പോൾ ഇതേപോലെ സൈനബിനെ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവാഹം കഴിക്കുമെന്നുള്ള കാര്യം അള്ളാഹു അറിയിച്ചിട്ടുണ്ട്. അത് പിന്നീടാണ് പരസ്യമാണത്. അതായത് സൈനബിനെ സെയ്ദ് റളിയല്ലാഹു തആല അൻഹുവിന് റസൂലുള്ളാഹി സാധാരണയായിട്ട് വാങ്ങിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സെയ്ദിൻ്റെ വിഷയത്തിൽ ഭയങ്കര ശ്രദ്ധാലുവായിരുന്നു. എല്ലാ പരിചരണവും പരിഗണനയും നൽകിയിട്ടാണ് സെയ്ദിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളർത്തിയിട്ടുള്ളത്. കാരണം ഒന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലയായിരുന്നു. മൗലമാരോടുള്ള റസൂലുള്ളാഹിൻ്റെ പിന്നെ പരിഗണന അതിനെ പറഞ്ഞിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ല. അങ്ങനെ പ്രയാസം ഉണ്ടാണ് വിഷയമല്ല. കാരണം അതുകൊണ്ട് തന്നെ അത് പറഞ്ഞിട്ടില്ല, പരസ്യമായിട്ട് റസൂലുള്ളാഹി പറഞ്ഞിട്ടില്ലല്ലോ. ഏതായാലും അത് പിന്നെ അതാണ് അതിൻ്റെ വിഷയം. തഫ്സീറുകളിലൊക്കെ വളരെ ഒരിക്കലും ഒരു നുബുവത്തിൻ്റെ മക്കാമിന് ചേരാത്ത ചില പ്രയോഗങ്ങൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇമാം ഇബ്നു കസീർ തബരിയൊക്കെ ഉദ്ധരിച്ചിട്ടുണ്ട്, ചിലതൊക്കെ ഉദ്ധരിച്ചിട്ടുണ്ട്. പക്ഷേ ഇബ്നു കസീർ അത് മൊത്തമായിട്ടും തള്ളുകയെന്നറിയില്ലേ, അതായത് പറ്റ വിഗണിക്കുകയാണ് ചെയ്തത് റിപ്പോർട്ടുകൾ. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൈനബിനെ കണ്ടു, സെയ്ദിൻ്റെ ഭാര്യയായിരിക്കെ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൈനബിൻ്റെ പിന്നെ ശാരീരിക സൗന്ദര്യം കണ്ട അതിൽ ആകർഷ്ടനായി പിന്നെ സുബ്ഹാനല്ലാഹ് മുഖല്ലിബൽ ഖുലൂബ് എന്ന് പറഞ്ഞു എന്നാണ്. സുബ്ഹാനല്ലാഹ് മുഖല്ലിബൽ ഖുലൂബ്, സൈനബിൻ്റെ സൗന്ദര്യം കണ്ടിട്ട് അല്ലെങ്കിൽ സൈനബിനെ കണ്ടിട്ട് സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞു, മുഖല്ലിബൽ ഖുലൂബ് എന്ന് പറഞ്ഞ് ഹൃദയങ്ങൾ മാറ്റിമറിക്കുന്ന അള്ളാഹുവേ പിന്നെ എൻ്റെ ഹൃദയത്തെ പിടിച്ചു നിർത്തണേ സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞപ്പോൾ അത് സെയ്ദ് അറിഞ്ഞപ്പോൾ പിന്നെ അതാണ് അപ്പോൾ സൈനബിൻ്റെ ഭാര്യയായി കൊണ്ടുനടക്കാനുള്ള സെയ്ദിൻ്റെ പ്രയാസം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ റിപ്പോർട്ടുകളാണ്. അതൊന്നും തീരെ ശരിയല്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൈനബിനെ കുട്ടിയായിട്ടൊക്കെ കാണുന്നതാണ്. നബി കുടുംബത്തിലെ മെമ്പറാണ് സൈനബ്. സെയ്ദ് കല്യാണം കഴിച്ചു കൊടുത്തിട്ട് ഒരിക്കൽ ഇങ്ങനെ കാണുന്ന ഒരു കാഴ്ചയല്ല. പിന്നെ ഇത് കുട്ടിയായിരിക്കെ റസൂലുള്ളാഹിൻ്റെ കുടുംബത്തിൽ വളർന്നത്, റസൂലുള്ളാഹിൻ്റെ അമ്മായിൻ്റെ മകളല്ലേ ഇത്. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സദാ എപ്പോഴും കാണുന്ന സ്ത്രീയാണ് സൈനബ്. ഹിജാബിൻ്റെ ഒക്കെ വിഷയമൊക്കെ വരുന്നത് പിന്നീടാണ്.
അപ്പോൾ പിന്നെ ഇതിനെ ഈ മഹദിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെറുപ്രായം മുതലേ കാണുന്നതാണ്, ഒരു കുടുംബത്തിലെ മെമ്പർമാരാണ്. അതുകൊണ്ട് തന്നെ ഒരു ആകസ്മികതയിൽ സൈനബിനെ കണ്ടിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരിൽ വശീകൃതനായി സുബ്ഹാനല്ലാഹ് മുഖല്ലിബൽ ഖുലൂബ് എന്ന് പറഞ്ഞൊന്നും ശരിയല്ല. അന്ന് ചരിത്രത്തോട് നീതി പുലർത്തുന്ന ഒരു വിഷയമല്ല. അതുകൊണ്ടാണ് ഞാനിവിടെ പ്രത്യേകത പറഞ്ഞത്. ഇതാണ് അതിൽ ശരി. തുഖ്ഫി ഫി നഫ്സിക മല്ലാഹു ഉബ്ദീഹി എന്നുള്ളത് വിഷയം. അള്ളാഹു സുബ്ഹാനഹു വതആല ഉദ്ദേശിക്കുന്നത് ഈ തബന്നി ഉണ്ടല്ലോ, തബന്നി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു എന്താ, പിന്നെ ദത്തുപുത്ര സമ്പ്രദായം. ജാഹിലിയത്തിൽ ദത്തുപുത്ര സമ്പ്രദായം സാർവത്രികമാവുകയും ദത്തുപുത്രനെ ഒരു കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ആരേയൊരു മകനാണ്, അയാളൊരു കല്യാണം കഴിച്ചിട്ട് ആ സ്ത്രീയെ വിവാഹമോചനം നടത്തിയിട്ടുണ്ട് എങ്കിൽ ഈ ദത്തുപുത്രനെ സ്വീകരിച്ച വ്യക്തി ആ സ്ത്രീയെ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ മകൻ്റെ മരുമകളെ കല്യാണം കഴിച്ചു എന്ന രീതിയിൽ ആക്ഷേപിക്കപ്പെടുമായിരുന്നു. സ്വന്തം മകൻ്റെ ഭാര്യയെ കല്യാണം കഴിച്ചവൻ എന്ന് പറഞ്ഞ തീരുമാനിക്കുന്നു ഈ വ്യക്തി ആക്ഷേപിക്കപ്പെടുമായിരുന്നു. അതൊരു സാമൂഹിക ദുരാചാരമായിരുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആല ഇതിനെ ആ സമ്പ്രദായത്തെ ഉടച്ചു വാർക്കാൻ ഉദ്ദേശിക്കണം. ആ ഒരു ദുരാചാരങ്ങൾ ഉടച്ചു വാർക്കുമ്പോൾ എന്ത് ചെയ്യണം, അവിടെ സമുദ്ധരിക്കുന്നവരിൽ അവിടുത്തെ പിന്നെ നവോത്ഥാന നായകർ അവരതിന് മാതൃകയാവണം, അവരിൽ തുടങ്ങണം. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഇതാരിൽ തുടങ്ങിയത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തുടങ്ങിയത്. ഈ സാമൂഹിക ദുരാചാരത്തെ ഉടച്ചു വാർക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ തുടങ്ങാനാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഉദ്ദേശിച്ചത്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഹി നൽകിയിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹി നൽകിയിരുന്നു. സൈനബിനെ അങ്ങ് വിവാഹം കഴിക്കുമെന്ന്, സൈനബിനെ തലാക്ക് നിർവഹിക്കുമെന്നും തുടർന്ന് സൈനബിനെ താങ്കൾ വിവാഹം കഴിക്കുമെന്നും അള്ളാഹു വഹി നൽകിയിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്. അതാണ് ഇവിടെ മല്ലാഹു മുബ്ദീഹി എന്നുള്ള കാര്യം. വതഖ്ശന്നാസ്, ഈ വഹി റസൂലുള്ളാഹിക്ക് ഉണ്ട്. പക്ഷെ എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്യുന്നില്ല, ഈ സൈനബിനെ താൻ കല്യാണം കഴിക്കുമെന്നുള്ള വിഷയം പറയുന്നില്ല. കാരണം വതഖ്ശന്നാസ്, അന്നത്തെ സാമൂഹിക ചുറ്റുപാട് ഇത് ഭയങ്കര വർജ്യമായ ഒരു വിഷയമായിട്ടായിരുന്നു. സ്വന്തം മകളെ കല്യാണം കഴിക്കുന്ന മേനിയിലായിരുന്നു ഇത് പറയപ്പെട്ടിരുന്നത്. അതുകൊണ്ട് തന്നെ കപടവിശ്വാസികൾ ഞാൻ ഇങ്ങനെ ഒരു വിവാഹം ചെയ്യുന്ന വിഷയം പറഞ്ഞാൽ എന്ത് പറഞ്ഞു പരത്തുമെന്നുള്ള പേടിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉണ്ടായിരുന്നു. അതാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ വതഖ്ശന്നാസ് എന്നുള്ളടത്ത് പറയുന്നത്. പിന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല ഒരിടവാചകം ഇവിടെ പറയുകയാണ്, വല്ലാഹു അഹഖു അൻ തഖ്ശ, അള്ളാഹു ആകുന്നു താങ്കൾ ഭയക്കാൻ അർഹപ്പെട്ടവൻ. അതൊരിടവാചകം മാത്രം, അങ്ങനെ അർഹപ്പെട്ടവൻ എന്നർത്ഥം പറഞ്ഞാൽ മതി, ഇടവാചകം അത് മതിയല്ലോ. പക്ഷെ ചിലർ പറഞ്ഞത് ഇവിടെ ഈ വാവുൽ ഹാലാണ്. അള്ളാഹു ആണ് താങ്കൾ ഭയക്കാൻ ഏറ്റവും അർഹൻ എന്നിരിക്കെ ഈ എന്നിരിക്കെയാണ് അവിടെ പ്രശ്നം. എന്നിരിക്കെ എന്ന് പറയുമ്പോൾ പിന്നെ അതിലെന്തുണ്ട്, ഒരു ഗുണദോഷിക്കൽ, ഒരു തരം കുറ്റപ്പെടുത്തൽ ഉണ്ട്. പക്ഷെ ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതആല കുറ്റപ്പെടുത്തുന്നില്ല. ഇനി കുറ്റപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ തന്നെയും ഇതൊരു തെറ്റൊന്നുമല്ല. വതഖ്ശന്നാസ്, അന്നത്തെ ഒരു സാമൂഹിക ഘടനയിൽ, സാമൂഹിക പശ്ചാത്തലത്തിൽ കപടവിശ്വാസികൾ റസൂലിനെ പേടിക്കുക എന്നുള്ളത് ഒരു കുറ്റമൊന്നുമല്ല, മനുഷ്യ സഹജമാണ് പേടിക്കുക എന്നുള്ളത്. കാരണം കപടവിശ്വാസികൾ എന്ത് പറഞ്ഞു വരുത്തുന്നുള്ളൊരു പേടി റസൂലുള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം അത് മനുഷ്യ സഹജമായിട്ട് ഉണ്ടാവുന്നതാണ്. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വതആല ഉദ്ദേശിക്കുന്നത് എന്താണ്, ഈ സംഗതി ഉടച്ചു വാർക്കുക എന്നുള്ളതാണ്. ഈ പരിപാടി തന്നെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവിടെ പേടിക്കല്ല വേണ്ടത്. പിന്നെയോ പേടിക്കാതെ ഈ പിന്നെ സാമൂഹിക ദുരാചാരം അതിനെ ഉടച്ചു വാർക്കാൻ, ഇല്ലായ്മ ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൂടുതൽ പാകപ്പെടുകയാണ് വേണ്ടത് എന്നുള്ളതാണ് അള്ളാഹുവിൻ്റെ നിശ്ചയം. ഇതാണ് അവിടെ ആ വിഷയത്തിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഇവിടെ ഈ അംസിക അലൈക സൗജക്, ഈ അംസിക എന്നുള്ള കൽപ്പന ഉണ്ടല്ലോ, അംസിക എന്നുള്ള എന്താ കൽപ്പന അല്ലേ? ഭാര്യയെ പിടിച്ചു വെക്കാൻ പറയാണ്, ഭാര്യനോടുള്ള വൈവാഹിക ജീവിതം തുടർത്താൻ പറയാണ്. ഈ കൽപ്പന അത് നിർബന്ധ കൽപ്പനയാണോ, അതല്ല അതൊരു ഇർഷാദ്, നുസ്, ഒരു നിർദ്ദേശം, ഉപദേശം മാത്രമാണോ? എന്താ? ഉപദേശം മാത്രമാണ്. അംസിക്ക് എന്നുള്ളതൊരു കൽപ്പനയാണ് എങ്കിൽ പിന്നെ സെയ്ദിന് എന്തില്ല, സെയ്ദിന് മറ്റൊരു ചോയ്സ് ഇല്ല. അംസിക്ക് പിടിച്ചു നിർത്തി തന്നെ സൈനബ് ഇണങ്ങിയാലും പിണങ്ങിയായാലും നന്നായാലും സെയ്ദ് ക്ഷമിക്കുക തന്നെ. കാരണം അംസിക്ക്
എന്നുള്ളത് റസൂലുള്ളാഹിൽ നിന്നുള്ള ഒരു നിർബന്ധ കൽപ്പനയായിരുന്നെങ്കിൽ, പക്ഷേ ഇവിടെ കൽപ്പന അതുകൊണ്ട് തന്നെ ഇത് വുജൂബിനല്ല, ഇതൊരു നുസ്ഹിൻ്റെയും നസീഹത്തിൻ്റെയും ഇർഷാദിൻ്റെയും കൽപ്പനയാണ്. ഭാര്യനെ പിടിച്ചു നിർത്തൂ എന്നുള്ളത് ഒരു ഉപദേശം മാത്രമാണ്. അംസിക്കാലൈക സൗജക്, അതുകൊണ്ടാണ് അത് പറയുന്നത് തുഖ്ഫി നഫ്സിക അല്ലാഹു മുബ്ദി എന്ന് അള്ളാഹു ആ വിഷയത്തിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉണർത്തുന്നത് അതുകൊണ്ടാണ്. പക്ഷേ റസൂൽ ഈ അംസിക്കാലൈക സൗജക വത്തഖില്ല എന്ന് പറയുമ്പോൾ അള്ളാഹു തനിക്ക് നൽകിയൊരു വഹയിൻ്റെ വിഷയം റസൂലുള്ളാഹിൻ്റെ മനസ്സിൽ ഇവിടെ കപട വിശ്വാസികളുടെ തൊഴുത്തിൽ കുത്താണ്. അത് ചെറിയ വിഷയമല്ല. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ നിസ്കരിക്കുന്നവർ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ സഞ്ചരിക്കുന്നവർ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ കൂട്ടം കൂടുന്നവർ, ഈ ആളുകളിൽ നിന്നൊരു വിഭാഗം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറ്റപ്പെടുത്തി സംസാരിക്കാൻ പോകുന്ന വിഷയമാണ് റസൂലുള്ളാഹിൻ്റെ വിഷയം. അതാലോചിച്ചിട്ടാണ് റസൂൽ പറയുന്നത് അംസിക അലൈക സൗജക് വത്തഖില്ല എന്ന് പറയുന്നത്. പിന്നെ ഭാര്യനോടൊത്ത് ജീവിക്ക്, തലാഖിൻ്റെ വിഷയത്തിൽ സൂക്ഷിക്കുക എന്നൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ഈ പേടി കാരണത്താലാണ്. അത് ഒരു ഭയങ്കര വിഷയമാണ്. അന്നത്തെ സാമൂഹിക പശ്ചാത്തലം നമ്മൾ ആലോചിക്കണം. ഖന്തഖ് യുദ്ധം നടന്ന ഉടനെയാണ് ഈ വിഷയം. റസൂലുള്ളാഹി സൈനബിനെ പിന്നെ ഇത് നടക്കുന്നത്, ഈ സംഭവം നടക്കുന്നതൊക്കെ ഖന്തഖ് കിടങ്ങി യുദ്ധം കഴിഞ്ഞ ഉടനെയാണ്. കിടങ്ങി യുദ്ധത്തിലും ഉഹദ് യുദ്ധം കഴിഞ്ഞ് കിടങ്ങി യുദ്ധം നടക്കുന്ന കാലഘട്ടത്തിൽ മുനാഫിഖീങ്ങൾ വിളഞ്ഞാടുന്ന കാലമാണ് വിശുദ്ധ മദീനയിൽ വിളഞ്ഞാടുന്നത്. റസൂലുള്ളാഹിൻ്റെ ഭാര്യയെക്കുറിച്ച് അപവാദം പറഞ്ഞ വിഷയം ആലോചിച്ച് നോക്കി നിങ്ങൾ. ആയിഷ റളിയല്ലാഹു തആലയെ കുറിച്ച്, ആയിഷ റളിയല്ലാഹു തആല അൻഹു സഫ്വാൻ ഇബ്നു മുഅത്തലും തമ്മിലുള്ള ആ യാത്രയുമായി ബന്ധപ്പെട്ട വിഷയം ഉണ്ടല്ലോ, അത് അവരിൽ ചുരുങ്ങാതെ അത് വരുന്നതൊക്കെ ഇവിടേക്കാണ്, റസൂലുള്ളാഹിയിലേക്കാണ് വരുന്നത്. അവർ കപട വിശ്വാസികളല്ല, അവർ കുത്തുന്നത് നുബുവത്തിൻ്റെ മക്കാമിനെയാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ് കുത്തുന്നത്. ആയിഷ റളിയല്ലാഹു അല്ല വിഷയം, സഫ്വാൻ ഇബ്നു മുഅത്തലല്ല വിഷയം, റസൂലുള്ളാഹിനെയാണ് അവർ പറയുന്നത്. അപ്പോൾ അതാണ് അന്നത്തെ സാമൂഹിക അവസ്ഥ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്യുന്നത്, ഇത് അംസിക അലൈക സൗജക് വത്തഖില്ല എന്ന് പറയുന്നത്. അതെന്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ പറയുന്നത്? സൈനബ് താങ്കളുടെ ഭാര്യയാകും എന്നുള്ളത് അതാണ് റസൂലുള്ളാഹിക്ക് നൽകിയിട്ടുള്ള വഹി, ആകും എന്നുള്ളത്. മനസ്സിലായി? അത് പിന്നെ സെയ്ദ് തലാഖ് നിർവഹിച്ച് കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആ വഹി വന്നിട്ടുണ്ടെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടില്ല ഞാൻ സൈനബിനെ കെട്ടിച്ചെന്നൊന്നും പറഞ്ഞിട്ടില്ല, ഭാര്യയാകും എന്നുള്ളതേ വഹി കൊടുത്തിട്ടുള്ളൂ. ഇപ്പൊ സൈനബ് ആരാണ്? നിലവിൽ സെയ്ദിന്റെ ഭാര്യയാണ്. ഈ ഒരു സാമൂഹ്യ പശ്ചാത്തലത്തെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിൽ ടെൻഷൻ ഏറ്റിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സെയ്ദിനോട് പറയണത് ഭാര്യനെ പിടിച്ചെടുത്ത് തലാക്കല്ലേ. അതിലൊരു എന്തില്ല, അള്ളാഹുവിൻ്റെ കൽപ്പനക്ക് അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ വഹീനോ എതിര് വരുന്ന ഒരു വിഷയമല്ല. അത് മനുഷ്യ സഹജമാണ്, സ്വാഭാവികമാണ്. പിന്നെ കാരണം കല്യാണം കഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിലും ഓക്കെ, ഇനി കല്യാണം കഴിക്കുന്ന വിഷയം വരുന്നേ ഉള്ളൂ. ഫലമ്മ ഖളാ സൈദും മിൻഹാ വതറൻ സവ്വജ്നാകാ, അള്ളാഹു കല്യാണം കഴിച്ചു കൊടുക്കുന്ന വിഷയത്തേ ഉള്ളൂ. ഇതൊരു അറിയിപ്പ് മാത്രമാണ്. പിന്നെ സൈനബിനെ അങ്ങ് കല്യാണം കഴിക്കും എന്നുള്ളത് അള്ളാഹുവിൽ നിന്നുള്ളൊരു ബോധനം മാത്രമാണ്. ഇപ്പോഴും ഭാര്യ ആയിട്ടില്ല. ഭാര്യ ആയിരുന്നെങ്കിലും ഓക്കെ, ആയിട്ടില്ല. അപ്പോൾ ഇപ്പം നിലവിൽ ആരാണ്? നിലവിൽ സെയ്ദിൻ്റെ ഭാര്യയാണ് സൈനബ്. അപ്പോൾ പറയാണ് അംസിക അലൈക സൗജക് എന്ന് പറയുന്നത്. കാരണം ആ ഭാര്യ ഭർത്തൃ നിലനിൽക്കുകയാണ് പ്രശ്നം പറഞ്ഞിട്ട് വരുന്നത്. സൈനബ് സമ്മതിക്കുന്നില്ല, സൈനബ് വിഗണിക്കുകയാണ്, സൈനബ് ഇതാണ് കാവലാധിപ്പെട്ട് വരുന്നത്. അപ്പോൾ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ് ഈ ഒരു പ്രയോഗം. ഖലാസ്. ഇനി നമുക്കിതിൻ്റെ ഈ ആയത്തിൻ്റെ രണ്ടാം ഘട്ടം, ഈ ആയത്ത് മനസ്സിലാക്കുന്നതോടെ മനസ്സിലാക്കേണ്ടതാണ് കേട്ടോ. ഇത് മനസ്സിലുണ്ടാകണം. അപ്പോഴാണ് ഞാൻ ഇതിൻ്റെ മറ്റേ ഭാഗം നമുക്ക് പൂർത്തിയായിട്ട് മനസ്സിലാക്കാൻ പറ്റും. യല്ലാ സുബ്ഹാനക അല്ലാഹുമ്മ